ജന്മങ്ങളായി ഭാഗം 73. നീ എന്തായാലും പ്ലാൻ ചെയ്തതല്ലേ? അവിടെ ഞങ്ങൾക്ക് കൂടി 2 റൂം ബുക്ക് എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഒരേ ദിവസം നമ്മുടെ പ്രിയതമമാരെ സ്വന്തമാക്കാം. എന്തു പറയുന്നു? സഞ്ജു ചോദിച്ചു. അത് നല്ലൊരു ഐഡിയയാണ്. അവരുടെ പരാതിയും തീരും, പ്രജീഷ് പറഞ്ഞു. എടാ, ഇത് പരാതിയല്ല. അവർ നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. നമ്മളെ എല്ലാ അർത്ഥത്തിലും അവരുടെ ആക്കാൻ വേണ്ടിയാണ് അവർ ആഗ്രഹിക്കുന്നത്. അത്രയ്ക്ക് അവർ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട്. അത് മനസ്സിലാക്കാതെ പോയ നമ്മൾ 3 പേരുമാണ് വിഡ്ഢികൾ എന്ന് എനിക്ക് തോന്നുന്നു. പെൺകുട്ടികളെല്ലാം ഫാസ്റ്റാണ് മക്കളെ, സഞ്ജു പറഞ്ഞു. അത് കേട്ട് പ്രജീഷും സിദ്ധുവും ചിരിച്ചു. പക്ഷേ ഈ 4 ദിവസം അവൾമാരും മിണ്ടാതെ നടന്ന അത് മാത്രമാ. മാറി വേറെ റൂമിലുള്ള കിടപ്പാണ് സഹിക്കാൻ പറ്റുന്നില്ല. ഒന്നുമില്ലെങ്കിലും കൂടെ ഒരു ബെഡിലുണ്ടായിരുന്നതല്ലേ, കെട്ടിപ്പിടിച്ചെങ്കിലും കിടക്കാമായിരുന്നു. ഇപ്പോൾ ഇവൻ്റെ ഒരു ഭാഗ്യം, ഒന്നുമില്ലെങ്കിലും ഒരു മുറിയിലെങ്കിലും ഉണ്ടല്ലോ, സിദ്ധുവിനെ നോക്കിക്കൊണ്ട് പ്രജീഷ് പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ പോയ ബുദ്ധി ആന പിടിച്ചാൽ കിട്ടില്ല എന്ന് പറയല്ലേ. അതുകൊണ്ട് കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി സ്നേഹിക്കാം, ഒരു പരിധിയില്ലാതെ, പരാതികളില്ലാതെ, പരിഭവങ്ങളില്ലാതെ. അല്ലേടാ? സഞ്ജു സിദ്ധുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. സിദ്ധു ചിരിച്ചുകൊണ്ട് തലയാട്ടി. എന്നാൽ ജിഷയും അഞ്ജലീനയും സിദ്ധുവിൻ്റെ വീടിൻ്റെ ഗേറ്റിന് പുറത്ത് വന്നു. അമ്പലത്തിൻ്റെ ഭാഗത്തായി അവർ വണ്ടി നിർത്തി. അവിടെ എത്തിയിട്ട് അവർ ഭദ്രയെ ഫോണിൽ വിളിച്ചു. അവൾ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഭദ്ര ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ എന്തു ചെയ്യും? ജിഷ അഞ്ജലീനയോട് ചോദിച്ചു. എന്തായാലും നമ്മളിവിടെ വരെ വന്നു. ഇനി ഇത് അവൾക്ക് കൊടുത്തിട്ടേ പോകുന്നുള്ളൂ. ഇപ്പോൾ ദേ അമ്പലത്തിൽ തിരുമേനി വന്നിട്ടുണ്ട്. ദീപാരാധനയ്ക്ക് വേണ്ടി ഇപ്പോൾ നട അടയ്ക്കും. എല്ലാവരും പ്രാർത്ഥനയ്ക്കായി അങ്ങോട്ട് മാറുന്ന ആ സമയത്ത് നമ്മൾ വേഗം അങ്ങോട്ട് കയറി ചെല്ലും. നീ ആ കവർ എടുത്തോ, അഞ്ജലീന പറഞ്ഞതും ജിഷ ആ കവർ എടുത്തു. അവർ 2 പേരും അമ്പലത്തിൻ്റെ ആ ഭാഗത്തുള്ള ഗേറ്റ് വഴി അകത്തേക്ക് കടന്നു. ചുറ്റും അവർ നോക്കി. അമ്പലത്തിൻ്റെ അടുത്ത് കുറച്ച് ആളുകൾ നിന്ന് ദീപാരാധനയ്ക്ക് വേണ്ടി നട അടച്ചിരിക്കുന്നത് കൊണ്ട് പ്രാർത്ഥനയിൽ മുഴുകി നിൽക്കുകയാണ്. അവർ 2 പേരും ചുറ്റും ഒന്ന് നിരീക്ഷിച്ചുകൊണ്ട് പതിയെ ആരും കാണാതെ അമ്പലത്തിൻ്റെ ആ ഭാഗത്ത് കൂടി കൈലാസം തറവാട് ലക്ഷ്യമാക്കി നടന്നു. അവർ അവിടെ തറവാടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന വലിയൊരു മാവിൻ്റെ മറയിൽ ചെന്ന് ഒളിച്ചു നിന്നു. വീടിൻ്റെ ഫ്രണ്ട് ഡോർ തുറന്നു കിടക്കുന്നത് കണ്ടു. ഭദ്രയുടെ മുറി എവിടെയാണെന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? അഞ്ജലീന ചോദിച്ചു. മുകളിലാണ്, അതായത് അമ്പലത്തിൻ്റെ ആ ഭാഗം കാണുന്ന രീതിയിലുള്ളതാണ് അവളുടെ മുറി എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ കാണുന്നതായിരിക്കും ഭദ്രയുടെ മുറി. അത് ഭദ്രയുടെ മുറിയുടെ ബാൽക്കണിയാണ്, ജിഷ പറഞ്ഞു. ഫോൺ സൈലൻ്റ് അല്ലേ? അഞ്ജലീന ചോദിച്ചു. അതെ, ഞാൻ സൈലൻ്റ് ആക്കിയതാണ്. ഇപ്പോഴാണ് ഞാൻ അവളെ ഭദ്രയെ ഒന്നുകൂടി വിളിച്ചു നോക്കി. അവളെ കിട്ടുന്നില്ല. അവൾ എവിടെ പോയി കിടക്കുകയാണെന്നാവോ, ജിഷ പറഞ്ഞു. ഇനി എന്തായാലും വാ, വേറൊന്നും നോക്കണ്ട എന്ന് പറഞ്ഞ് അഞ്ജലീന പതിയെ ചുറ്റും നോക്കി. ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടതും അവൾ ജിഷയുടെ കയ്യും പിടിച്ച് ഓടി മുൻവശത്തിൻ്റെ ഡോറ് ലക്ഷ്യമാക്കി. ഡോറിനടുത്ത് ചെന്ന് അവൾ തലയിട്ട് അകത്തേക്ക് നോക്കി. അവിടെ ചുറ്റുപാടും ഒന്ന് നിരീക്ഷിച്ചു. അവിടെ ആരെയും കാണാതെയായപ്പോൾ വേഗം അവൾ ജിഷയെയും കൊണ്ട് സ്റ്റെയർ കേസിനടുത്തേക്ക് ചെന്ന് ഒളിച്ചു. പതിയെ തല പുറത്തിട്ട് അവിടെ ചുറ്റും നോക്കി. ആരുമില്ല എന്ന് ഉറപ്പായതും അവൾ വേഗം പടികൾ കയറാൻ പോയി. അപ്പോഴാണ് മുകളിൽ നിന്നും ഇറങ്ങി വരുന്ന ഒരു പെണ്ണിനെ കണ്ടത്. അത് ഗായത്രിയാണെന്ന് ജിഷയ്ക്ക് മനസ്സിലായി. അവൾ പെട്ടെന്ന് തന്നെ അഞ്ജലീനയുടെ കൈ പിടിച്ച് വലിച്ച് സ്റ്റെയറിനടിയിൽ തന്നെ ഇരുന്നു. അവൾ സ്റ്റെപ്പ് ഇറങ്ങി താഴെ ഒരു മുറിയിലേക്ക് കയറി പോകുന്നത് കണ്ടു. വാ എന്ന് പറഞ്ഞ് അഞ്ജലീന വീണ്ടും അവളുടെ കൈ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിയപ്പോഴാണ് മറ്റൊരു റൂമിൽ നിന്നും ഒരാൾ ഇറങ്ങി വരുന്നത് കണ്ടത്. അത് കണ്ടതും അവർ 2 പേരും കൂടി ഒന്നുകൂടി അതിനടിയിലേക്ക് ചുരുണ്ടുകൂടി. അതെ, അതാണ് ആ വിനീഷിൻ്റെ അനിയൻ വിജീഷ്, അഞ്ജലിയുടെ ചെവിയിൽ ജിഷ പറഞ്ഞു. അവൻ ഹാളിലെ സോഫയിൽ വന്ന് ഇരിക്കുന്നത് കണ്ടു. അവർ ആ സ്റ്റെയറിനടിയിൽ തന്നെ അങ്ങനെ ഇരുന്നു. ആ പട്ടി എഴുന്നേറ്റ് പോയാലേ ഇനി നമുക്ക് ഇവിടെ നിന്നും ഇറങ്ങാൻ പറ്റൂ, ജിഷ അഞ്ജലിയുടെ ചെവിയിൽ പറഞ്ഞു. അപ്പോഴാണ് നേരത്തെ കയറിപ്പോയ റൂമിൽ നിന്നും ഗായത്രി പുറത്തേക്ക് ഇറങ്ങി വന്നത്. അവൾ ഇറങ്ങി വന്നതും വിജീഷിൻ്റെ അടുത്ത് പോയിരുന്നു. എന്തായി മുത്തശ്ശി, ടെൻഷൻ അടിച്ചിരിക്കുകയാണോ? അവൻ ചോദിച്ചു. അതെ, നല്ല ടെൻഷനിലാണ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നാളെ അവർ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അവർ അത് കാണിച്ചു കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാകുന്നു. മുത്തശ്ശനും അച്ഛനും എല്ലാം ഓടി നടക്കുന്നുണ്ട് അവരെ അന്വേഷിച്ച്. പക്ഷേ എവിടെ നിന്ന് കണ്ടുപിടിക്കാനാ? ആരാണ് എന്താണ് എന്നോ ഒന്നും അറിയില്ലല്ലോ.
എടുത്ത് കൊടുത്തവർക്ക് കൊടുത്താൽ മതിയല്ലോ, ബാക്കിയുള്ളവരെല്ലാം അനുഭവിക്കുന്നത്, അവൾ പറഞ്ഞു. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൻ്റെ വീടിൻ്റെ മുന്നിലുള്ള CCTV വളരെ ക്ലിയറാണ്. കഴിഞ്ഞ ദിവസം അവിടെ ഒരു അപകടം ഉണ്ടായപ്പോൾ പോലും അവൻ്റെ വീട്ടിൽ നിന്ന് അത് കണ്ടുപിടിച്ചത്. ഞാൻ അതുകൊണ്ട് അവൻ്റെ വീട്ടിലെ CCTV ദൃശ്യങ്ങൾ ഒന്ന് അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇവിടെ നിന്ന് ഒരു വണ്ടി പോകുമ്പോൾ ഉറപ്പായിട്ടും അത് അവൻ്റെ വീടിൻ്റെ മുന്നിൽ കൂടി വേണമല്ലോ പാസ് ചെയ്യാൻ. ആ ടൈം ഞാൻ ഏകദേശം അവന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും അവൻ ആ ടൈമിലുള്ള വീഡിയോസ് എല്ലാം സെൻഡ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. അവൻ പറഞ്ഞത് കേട്ടതും ജിഷ, അവനെ ഞാനിന്ന് കൊല്ലും, നോക്കിക്കോ. അവൾ അവിടെ നിന്നും ചുറ്റും ഒന്ന് നോക്കി. അവൾ എന്തോ നോക്കുന്നത് കണ്ടതും അഞ്ജലീന അവളുടെ കയ്യിൽ പിടിച്ചു. അടങ്ങിയിരിക്കുക, അവനിട്ട് പോകുന്നതിന് മുമ്പ് നമുക്കൊരു പണി കൊടുക്കാം, നീ സമാധാനപ്പെട്, അഞ്ജലീന അവളുടെ ചെവിയിൽ പതിയെ പറഞ്ഞു. ഉറപ്പല്ലേ? അവൾ ചോദിച്ചു. ഉറപ്പ്, അവൾ പറഞ്ഞു. അപ്പോഴാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടത്. അത് കേട്ടതും അവർ അങ്ങോട്ട് ശ്രദ്ധിച്ചു. എന്തായി, കിട്ടിയോടാ? ആകാംക്ഷയോടെ വിജീഷ് ചോദിച്ചു. അവൻ്റെ അവിടെ നിന്നുള്ള മറുപടി കേട്ട് അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിയുന്നത് അവർ കണ്ടു. അതെയോ, എന്നാ നീ വേഗം സെൻഡ് ചെയ്തേ, അവൻ പറഞ്ഞു. കോൾ കട്ട് ചെയ്തു. എന്താ പറഞ്ഞേ? ആകാംക്ഷയോടെ ഗായത്രി ചോദിച്ചു. കിട്ടി, വ്യക്തമായി കാർ ഏതാന്ന് കിട്ടി, പക്ഷേ നമ്പർ അത്ര ക്ലിയർ അല്ല എന്നാ പറഞ്ഞത്. എന്നാലും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകുമായിരിക്കും എന്ന് അവൻ പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം കൂടി അവൻ പറഞ്ഞു. നമ്മുടെ വീട്ടിലുള്ള കാറില്ലേ, അതുപോലത്തെ തന്നെ മറ്റൊരു കാറായിരുന്നു എന്നാ പറഞ്ഞത്. അത് കേട്ടതും ഗായത്രി അവനോട് ദേഷ്യപ്പെട്ടു. നീ ഒന്നൊന്ന് ഓർത്തു നോക്കിയേ, ആ സമയത്ത് സിദ്ധുവേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, വിജീഷ് പറഞ്ഞു. ശരിയാണല്ലോ, പിന്നെ ആരുടെ ആയിരിക്കും അത്? ചിലപ്പോൾ സിദ്ധുവേട്ടൻ്റെ കാറ് പോലത്തെ മറ്റൊരു കാറായിരിക്കും. ആ കളറിലുള്ള വേറെ കാറുകൾ ഒരുപാടുണ്ടല്ലോ, അതായിരിക്കും, ഗായത്രി പറഞ്ഞു. അത് ശരിയാണ്, പക്ഷേ നമ്പർ അവൻ കുറേ നോക്കിയിട്ടും അവന് മനസ്സിലാവുന്നില്ല എന്നാ പറഞ്ഞത്. എന്നോട് നോക്കാൻ പറഞ്ഞു, അവൻ ഇട്ടു തരുന്നുണ്ട്. ദാ അവൻ്റെ മെസ്സേജ് വന്നു, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ ഫോണെടുത്ത് നോക്കി. ജിഷയും അഞ്ജലീനയും അവിടെ ഇരുന്നു കൊണ്ട് തന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ഇല്ലടാ, ഒന്നും മനസ്സിലാകുന്നില്ല, അതിലേക്ക് നോക്കിക്കൊണ്ട് ഗായത്രി പറഞ്ഞു. പിന്നെ ഏട്ടൻ്റെ പോലത്തെ തന്നെ ബ്ലാക്ക് കളറാണ് എന്നുള്ളത് മാത്രമേ നമുക്ക് എടുത്തു പറയാനായിട്ടുള്ളൂ. അതും പറഞ്ഞ് നിരാശയോടെ ഗായത്രിയും വിജീഷും അവിടെ തന്നെ ഇരുന്നു. അവളെവിടെ? അവളെ കണ്ടില്ലല്ലോ താഴേക്ക്, വിജീഷ് മുകളിലേക്ക് നോക്കിക്കൊണ്ട് ഗായത്രിയോട് ചോദിച്ചു. ആര്? സൂര്യഭദ്രയോ? അവള് ലൈബ്രറിയിൽ കയറി ഇരിപ്പാണ്, എപ്പോഴും അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് കാണാം. ഇതിനും മാത്രം അവൾ എന്താ വായിക്കുന്നത്? എനിക്കാണെങ്കിൽ അങ്ങോട്ട് കയറുമ്പോഴേ ഭ്രാന്താ, അവളാണെങ്കിൽ ഇറങ്ങുന്നുമില്ല, പേടിച്ചിട്ട് കയറി ഇരിക്കുന്നതായിരിക്കും. അത് പറഞ്ഞപ്പോഴോർത്തത്, കുറച്ചു മുമ്പ് സിദ്ധുവേട്ടൻ റൂമിൽ നിന്നും ഇറങ്ങി ലൈബ്രറിയുടെ മുന്നിൽ പോയി വാതിൽ തുറന്ന് നോക്കുന്നത് കണ്ടു. അതിൽ അവൾ ഇരിക്കുന്നത് കണ്ടതും പുള്ളി ഒന്നും മിണ്ടാതെ തിരിച്ച് ഇറങ്ങിപ്പോയി. പിന്നെ കാറ്റുപോലെ കാറെടുത്ത് പോകുന്നത് കണ്ടു, ഗായത്രി പറഞ്ഞു. അപ്പോൾ എന്തിനായിരിക്കും അയാൾ അവിടെ വന്ന് നോക്കിയത്? വിജീഷ് ചോദിച്ചു. അവളെ റൂമിൽ കാണാതായപ്പോൾ ഇനി പേടിച്ച് ഒളിച്ചോടി എന്ന് വിചാരിച്ച് നോക്കിയതായിരിക്കും, അവൾ പറഞ്ഞു. അത് കേട്ട് ജിഷയ്ക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഇവളെ ഇന്ന് ഞാൻ എന്ന് പറഞ്ഞ് ജിഷ അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ പോകുന്നത് പോലെ കണ്ടതും അഞ്ജലീന കയറി പിടിച്ചു. അടങ്ങിയിരിക്കുക, അവൾക്കുള്ള പണിയും നമുക്ക് കൊടുക്കാം, ഞാനല്ലേ പറയുന്നത്, അഞ്ജലീന ശബ്ദം താഴ്ത്തി ജിഷയോട് പറഞ്ഞു. അവനിട്ട് മാത്രമല്ല അവൾക്കിട്ടും കൊടുക്കണം, അവൾ എന്തുമാത്രം ഭദ്രയെ വിഷമിപ്പിച്ചോ എന്നറിയോ, അവൾ പറഞ്ഞു. അമ്പലത്തിലെ മണിയടി കേട്ടതും രണ്ടുപേരും അവിടെ നിന്നും എഴുന്നേറ്റു. വാ, ഒന്ന് പോയി തല കാണിച്ചിട്ട് വരാം, മുത്തശ്ശിക്ക് ഇന്ന് പോകാൻ പറ്റാത്തത് കൊണ്ട് ആ ദേഷ്യം നമ്മളോട് തീർക്കും, അതുകൊണ്ട് അമ്പലത്തിൽ പോയിട്ട് നല്ല കുട്ടികളായിട്ട് വരുന്നത് പോലെ കാണിക്കാം എന്ന് പറഞ്ഞ് അവർ വേഗം തന്നെ അവിടെ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. അത് കണ്ടതും ജിഷയും അഞ്ജലീനയും കൂടി പതിയെ അവിടെ നിന്നും എഴുന്നേറ്റു. വേഗം പടികൾ കയറി മുകളിലേക്ക് ചെന്നു. ഭദ്ര ലൈബ്രറിയിൽ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് അവർ അവിടെ ലൈബ്രറി ഏതാണെന്ന് അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് വലിയൊരു റൂം കണ്ടത്. അമ്പലത്തിൻ്റെ ആ ഭാഗത്തുള്ള ആ റൂം അതാണ് എന്ന് അവർക്ക് തോന്നി. അപ്പോൾ അതിനടുത്തുള്ളതാണ് ലൈബ്രറി എന്നല്ലേ അവർ പറഞ്ഞത്, നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി പതിയെ സിദ്ധുവിൻ്റെ റൂമിൻ്റെ അടുത്തുള്ള റൂമിലേക്ക് നടന്നു. അവിടെ നടന്ന് അവർ അകത്തേക്ക് ഡോറ് തുറക്കാൻ നോക്കിയപ്പോഴാണ് കാണുന്നത് അത് ലൈബ്രറി തന്നെയായിരുന്നു. പക്ഷേ അതിൻ്റെ ഉള്ളിൽ അരണ്ട വെളിച്ചത്തിൽ അവർ ചുറ്റും ഒന്ന് നോക്കി. ഇവള് ഈ കുഞ്ഞു വെട്ടത്തിലാണോ ബുക്ക് വായിക്കുന്നത്? ജിഷ പതിയെ അഞ്ജലിയുടെ ചെവിയിൽ പറഞ്ഞു.
മിണ്ടാതിരിക്കുക, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് അവർ അകത്തേക്ക് കയറി. പതിയെ വാതിലടച്ചു. ടേബിളിൽ തലവെച്ച് കിടക്കുന്ന ഭദ്രയെ കണ്ടതും അവർക്ക് രണ്ടുപേർക്കും സങ്കടം വന്നു. അവർ രണ്ടുപേരും പതിയെ അങ്ങോട്ട് ചെന്നു. അവളുടെ തലയിൽ പതിയെ തലോടി അഞ്ജലീന. പെട്ടെന്ന് ഭദ്ര ചാടി എഴുന്നേക്കുന്നത് കണ്ടതും ഇടി ഞങ്ങളാണ്, ജിഷ പതിയെ പറഞ്ഞു. അത് കണ്ടതും അവൾ വേഗം തന്നെ ടേബിൾ ലാമ്പ് ഓണാക്കി. അതിൽ മുന്നിൽ നിൽക്കുന്ന അഞ്ജലീനയെയും അവൾ വ്യക്തമായി കണ്ടു. ജിഷ പക്ഷേ മേക്കപ്പ് ഇട്ടിരിക്കുന്നത് കൊണ്ട് മനസ്സിലായില്ലെങ്കിലും അഞ്ജലീനയുടെ കൂടെ വന്നിരിക്കുന്നത് ഉറപ്പായിട്ടും ജിഷ ആയിരിക്കുമെന്ന് അവൾക്കറിയായിരുന്നു. നിങ്ങളെന്താ ഇവിടെ? അവൾ ചോദിച്ചു. അതെന്താ, ഞങ്ങൾക്ക് ഇവിടെ വരാൻ പാടില്ലേ? അയ്യോ ഇടി, മര്യാദയ്ക്ക് കാര്യം പറ, എന്താ ഇവിടെ വന്നത്? ദേ, അമ്മ ഉണ്ടാക്കിയ ഈ ഫുഡ് നിനക്ക് എത്തിക്കാൻ വേണ്ടി വന്നതാ. അമ്മയ്ക്ക് ഇത് നിനക്ക് തരാതെ കഴിക്കുന്നത് കൊണ്ട് തൃപ്തിയാവുന്നില്ല. അതുകൊണ്ട് കുറച്ച് ചോറും കറികളും നിനക്ക് തരാൻ വേണ്ടി അമ്മ തന്നു വിട്ടതാ എന്ന് പറഞ്ഞ് അവൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു കവർ ഭദ്രയ്ക്ക് കൊടുത്തു. ഭദ്ര അത് വാങ്ങി നിറകണ്ണുകളോടെ അവരെ രണ്ടുപേരെയും നോക്കി. എന്ത് റിസ്ക് എടുത്തിട്ടാണ് അവർ രണ്ടുപേരും ഇവിടെ എത്തിയിരിക്കുന്നതെന്ന് അവൾക്ക് അറിയാമായിരുന്നു. വാ, നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോകാം എന്ന് പറഞ്ഞ് ഡോർ തുറന്ന് അവൾ പുറത്ത് തലയിട്ട് ആരും ഇല്ല എന്ന് കണ്ടതും അവർ രണ്ടുപേരുടെയും കൈ പിടിച്ച് അവൾ അവരുടെ റൂമിലേക്ക് നടന്നു. രണ്ടുപേരും ചുറ്റുപാടും നോക്കുന്നെന്ന് കണ്ട് ഭദ്രയ്ക്ക് അത്ഭുതമാണ് തോന്നിയത്. എന്താ ഈ നോക്കുന്നേ? അവൾ ചോദിച്ചു. അല്ല, ഇത്രയും നല്ല റൂമുണ്ടായിട്ടും നീ എന്തിനാടി മോളെ ആ റൂമിൽ പോയി കിടക്കുന്നത്? ജിഷ ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ അവിടെ പോയിരുന്ന് ബുക്ക് വായിച്ചപ്പോൾ ഉറങ്ങിപ്പോയതാണ്, അവൾ പറഞ്ഞു. ഞങ്ങൾ നിനക്കുള്ള ഈ ഫുഡ് തരാൻ വേണ്ടി ഇത്രയും റിസ്ക് എടുത്ത് വന്നത്. അതുപോട്ടെ, നിൻ്റെ ഫോൺ എവിടെ? ജിഷ ദേഷ്യത്തോടെ ചോദിച്ചു. അതിവിടെയുണ്ട്, പക്ഷേ സൈലൻ്റ് ആണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് ഭദ്ര ഫോൺ എടുത്ത് നോക്കി. ഫോൺ സൈലൻ്റ് ആയിരുന്നു. എന്നാ ദേ, മോളിത് കഴിച്ചോ, മോൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡുണ്ട്. ഞങ്ങൾ രണ്ടുപേരും പതിയെ പോട്ടെ. അല്ല, എങ്ങനെയാണ് നിങ്ങൾ പോകുന്നേ? ഭദ്ര ചോദിച്ചു. ഞങ്ങൾ വണ്ടി പുറത്തിട്ടിട്ടുണ്ട്. സിദ്ധുവേട്ടനും സഞ്ജുവേട്ടനും പ്രജീഷേട്ടനും വീട്ടിലില്ല. അവർ എത്തുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് എത്തണം. അതുകൊണ്ടേ ഞങ്ങൾ പോവാണ് എന്ന് പറഞ്ഞ് രണ്ടുപേരും അവളുടെ കവളിൽ ചുംബിച്ചു. ഭക്ഷണം മുഴുവനും കഴിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ പോവാണ് എന്ന് പറഞ്ഞ് അവർ ഡോറിനടുത്തേക്ക് നടന്നതും ഭദ്ര അവരുടെ കയ്യിൽ പിടിച്ചു. നിക്ക്, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഡോർ ഹാൻഡിൽ തുറന്നു. ഭദ്ര പതിയെ തല പുറത്തിട്ട് നോക്കി. അവിടെ ആരുമില്ല എന്ന് കണ്ടതും അവരോട് വരാൻ പറഞ്ഞു. അവർ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങാൻ പോയപ്പോഴാണ് ഗായത്രി അങ്ങോട്ട് കയറി വരുന്നത് കണ്ടത്. ഗായത്രിയെ കണ്ടതും ജിഷയും അഞ്ജലീനയും വേഗം റൂമിൻ്റെ ഉള്ളിൽ മറഞ്ഞു നിന്നു. ഗായത്രി എന്നാൽ ഭദ്രയെ കണ്ടിരുന്നു. അവൾ പതിയെ നടന്ന് ജിഷയുടെ അടുത്ത് വന്നു. എന്താണ് തമ്പുരാട്ടി, 24 മണിക്കൂറും റൂമിലും ലൈബ്രറിയിലും ആണല്ലോ. ഇവിടെ തിന്നു സുഖിക്കാമെന്ന് വിചാരിച്ച് വന്നതാണോ? ഗായത്രി ചോദിച്ചു. അതെ, എന്താ കുഴപ്പം? ഇത് എൻ്റെ ഭർത്താവിൻ്റെ വീടാണ്. എൻ്റെ ഭർത്താവിന് മാത്രം അവകാശപ്പെട്ട വീട്. അപ്പോൾ എനിക്ക് കുറച്ചൊക്കെ അഹങ്കാരവും അവകാശവും കാണിക്കാം. നിങ്ങളാണ് അതൊന്നും കാണിക്കാൻ പാടില്ലാത്തത്. കാരണം ഞങ്ങളുടെ മുന്നിൽ അഭയാർത്ഥികളാണ് നിങ്ങൾ. അതിടയ്ക്ക് മറന്നു പോകുന്നുണ്ട്. കുഴപ്പമില്ല, ഞാൻ ഓർമ്മിപ്പിച്ചോളാം, ഭദ്ര പറഞ്ഞു. അങ്ങനെ ഒരുപാട് ഓർമ്മിപ്പിക്കാൻ നിൽക്കല്ലേ മോളെ. നിനക്ക് പിന്നെ ഓർക്കാൻ പോലും ഒന്നും ഞങ്ങൾ ബാക്കി വയ്ക്കില്ല. നീ പോടി, നീ വെറും ഓലപ്പാമ്പ്. അത് കാണിച്ച് നീ എന്നെ ഭീഷണിപ്പെടുത്താൻ നിൽക്കണ്ട. ഒന്നുമില്ലെങ്കിലും ഞാൻ സിദ്ധാർത്ഥ് മേനോൻ്റെ ഭാര്യയാണ്. ആ അവകാശവും അധികാരവും വെച്ച് പറയുകയാണ്. നീ ഒരുപാട് ഭരിക്കാൻ വരണ്ട. ഞാൻ വിചാരിച്ചാലും ഈ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ നടക്കും, ഭദ്ര പറഞ്ഞു. എന്തു നടക്കാൻ? ഒന്നും നടക്കില്ല. നിന്നെ ഒരു ഭാര്യയായി സിദ്ധുവേട്ടൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ആ അധികാരവും അവകാശവും ഒന്നും നിനക്കില്ല. സിദ്ധുവേട്ടൻ എൻ്റെയോ, എൻ്റെ മാത്രം. ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല, ഗായത്രി പറഞ്ഞു. അയ്യോടാ, നീ ഇത് സിദ്ധുവേട്ടനോട് പറഞ്ഞു നോക്ക്. അപ്പോൾ അയാളുടെ പ്രതികരണം പെട്ടെന്നറിയാം. എന്നിട്ട് നീ സ്വപ്നം കണ്ടു തുടങ്ങിക്കോ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് വാതിലടച്ചു. അവൾ വാതിലടച്ചതും അവളുടെ അടുത്തേക്ക് ജിഷയും അഞ്ജലീനയും വന്നു. ദേ, അവൾക്കിട്ട് ഒരു പണി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് കയറിയത്. അതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞതുപോലെ തന്നെ കൊടുത്തേക്ക്. എന്നാലേ എനിക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റൂ, ജിഷ പറഞ്ഞതും അഞ്ജലീന പതിയെ വാതിലിനടുത്തേക്ക് ചെന്നു. ഡോർ പതിയെ തുറന്ന് പതിയെ പുറത്തേക്ക് തലയിട്ട് നോക്കി. ഗായത്രി ഒരു റൂമിലേക്ക് കയറിപ്പോകുന്നത് കണ്ടതും അഞ്ജലി അങ്ങോട്ട് തന്നെ നോക്കി നിന്നു. അവൾ റൂമിൽ കയറി വാതിലടച്ചതും അഞ്ജലീന നോക്കിയപ്പോൾ അവളുടെ റൂമിൻ്റെ താക്കോൽ പുറത്തേക്ക് തൂങ്ങിക്കിടക്കുന്നത് കണ്ടു. അത് കണ്ടതും അഞ്ജലീന അവിടെ നിന്നും പെട്ടെന്ന് വാതിൽ തുറന്ന് വേഗം ഗായത്രിയുടെ വാതിലിനടുത്തേക്ക് ചെന്നു.
അവിടെ ചെന്ന് ആ റൂമിൻ്റെ ഡോറ് പുറത്ത് കിടന്ന താക്കോൽ ഉപയോഗിച്ച് ആ റൂം പൂട്ടി. ആ താക്കോൽ അവൾ പോക്കറ്റിലിട്ടു. എന്നിട്ട് ചിരിച്ചുകൊണ്ട് പതിയെ നടന്ന് ഭദ്രയുടെയും ജിഷയുടെയും അടുത്തേക്ക് വന്നു. അവൾ അതിൽ തന്നെ കിടക്കട്ടെ, നമുക്കേ താഴേക്ക് പോകാം, ഇപ്പോൾ ആരും ഉണ്ടാകില്ല, എല്ലാവരും അമ്പലത്തിലായിരിക്കും, നമുക്ക് കഴിഞ്ഞോ എന്ന് നോക്കാം എന്ന് പറഞ്ഞ് അഞ്ജലീനയും കൂടി പതിയെ സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് വന്നു. ഭദ്രയാണ് മുന്നിൽ നടന്നത്. അവർ വേഗം സ്റ്റെയറിനടിയിൽ വന്ന് ഒളിച്ചു നിന്നു. ഭദ്രയും അഞ്ജലീനയും തല പതിയെ പുറത്തേക്കിട്ട് നോക്കിക്കൊണ്ട് താഴെ ആരും ഇല്ല എന്ന് കണ്ടതും തിരിഞ്ഞ് നടക്കാൻ പോയപ്പോഴാണ് അഞ്ജലീന ആ സ്റ്റെയറിനടിയിൽ തന്നെയാണ് മെയിൻ സ്വിച്ചും ഇൻവെർട്ടറും വച്ചിരിക്കുന്നത് കണ്ടത്. ഭദ്ര, നീ വേഗം റൂമിലേക്ക് പൊയ്ക്കോ, അഞ്ജലീന പറഞ്ഞു. ഇല്ല, നിങ്ങൾ പുറത്തേക്ക് പോയിട്ടേ പോകൂ, അവൾ പറഞ്ഞു. ഞങ്ങൾ പുറത്തേക്ക് പൊയ്ക്കോളാം, നീ റൂമിലേക്ക് പൊയ്ക്കോ. പിന്നെ ഇപ്പോൾ കറണ്ട് പോകും, അതുകൊണ്ട് ആ ബാൽക്കണിയിൽ എങ്ങാനും വന്നിരുന്നോ. മറ്റവൾ കുറച്ചു നേരം ഇരുട്ടത്ത് ആ റൂമിലിരിക്കട്ടെ, പുറത്തേക്ക് കടക്കാൻ പറ്റാതെ അഞ്ജലീന പറഞ്ഞു. എന്നാലും അവർ രണ്ടുപേരും സുരക്ഷിതമായി പുറത്തേക്ക് പോയിട്ട് താൻ പോകുമെന്ന് അവൾ വിചാരിച്ചെങ്കിലും രണ്ടുപേരും സമ്മതിക്കാതെ അവളെ വേഗം റൂമിലേക്ക് വിട്ടു. അവൾ റൂമിലെത്തി എന്ന് മെസ്സേജ് ടൈപ്പ് ചെയ്ത് അവരുടെ ഫോണിലേക്ക് സെൻഡ് ചെയ്തു. അത് കണ്ടപ്പോഴാണ് അഞ്ജലി മെയിൻ സ്വിച്ചും ഇൻവെർട്ടറിൻ്റെ സ്വിച്ചും ഓഫ് ചെയ്തു. അവൾ വേഗം തന്നെ ഓടി പുറത്തേക്ക് പോകാൻ പോയപ്പോഴാണ് പുറത്തുനിന്നും ആരോ അകത്തേക്ക് വന്ന് ഒരാളെ ഇടിച്ചു തെറിപ്പിച്ചിട്ടത്. ആ ഇടിച്ചു തെറിപ്പിച്ച് വീണ ആൾ ഒരു പെണ്ണാണെന്ന് അവർക്ക് മനസ്സിലായി. അയ്യോ, എന്നെ കൊന്നേ എന്നുള്ള നിലവിളി മാത്രമാണ് അവർ കേട്ടത്. അതിൽ നിന്നും അത് പെണ്ണാണെന്ന് അഞ്ജലീനയും ജിഷയും ഉറപ്പിച്ചു. അവിടെ നിൽക്കാതെ അവർ ഓടി പുറത്തേക്കിറങ്ങി. അവർ വന്ന വഴിയിലൂടെ തന്നെ ഓടി ഗേറ്റ് കടന്ന് റോഡിലേക്കിറങ്ങി. വണ്ടിയിൽ കയറി. ഒരു നിമിഷം പോലും കളയാതെ അവർ വണ്ടി സ്റ്റാർട്ട് ചെയ്തു പോയി. എന്നാൽ ഭദ്ര മുകളിൽ നിന്നും അതെല്ലാം കണ്ടു. അവർ വണ്ടി എടുത്തുകൊണ്ട് പോയപ്പോഴാണ് അവൾക്ക് ആശ്വാസമായത്. അപ്പോൾ തന്നെ ജിഷ അവളുടെ ഫോണിലേക്ക് വിളിച്ചു. ഞങ്ങൾ രണ്ടുപേരും ഒരു സാധനത്തിനെ ഇടിച്ചു തെറിപ്പിച്ചിട്ടുണ്ട്, അതൊരു പെണ്ണാണെന്ന് മനസ്സിലായി കരച്ചിൽ കണ്ടിട്ട്. നീ അവരുടെ നിലവിളി കേട്ടാലും പുറത്തേക്ക് ഇറങ്ങി വരാൻ നിൽക്കണ്ട, നീ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ നോക്ക്, അവൾ പറഞ്ഞു. ഞാൻ കഴിച്ചോളാം, അത് ചിലപ്പോൾ വിനീഷിൻ്റെ അമ്മ ശോഭയോ അല്ലെങ്കിൽ ഗായത്രിയുടെ അമ്മ ഗീതയോ ആയിരിക്കും, ഭദ്ര പറഞ്ഞു. ആണോ? എന്നാ പിന്നെ നന്നായേ ഉള്ളൂ. ശരിക്കും ഇടിച്ചു തെറിപ്പിച്ച് വീഴ്ത്തേണ്ടത് ആ തള്ളയായിരുന്നു, അതിനെ അവിടെ കണ്ടില്ലല്ലോ. ജിഷ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അഞ്ജലീന അപ്പോഴാണ് അവൾ ഇട്ടിരുന്ന ഡ്രസ്സിൻ്റെ കോട്ടിൽ നിന്നും ഒരു പേപ്പർ എടുത്ത് ജിഷയുടെ കയ്യിലേക്ക് കൊടുത്തത്. ജിഷ, ഇതെന്താണെന്ന് തുറന്നു നോക്ക്, അവൾ പറഞ്ഞു. ഇതെവിടുന്ന് കിട്ടി? ജിഷ ചോദിച്ചു. അത് ഞാൻ അവരുടെ ആ ഷെൽഫിൽ ഇരിക്കുന്നത് കണ്ടു, അതുകൊണ്ടല്ലേ ഞാൻ വേഗം മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തത്. നമ്മൾ പുറത്തേക്ക് ഓടുന്ന വഴിക്ക് ഞാനത് ഷെൽഫിന് മുകളിൽ നിന്നും എടുത്തു, അഞ്ജലീന പറഞ്ഞു. നിങ്ങൾ പോലീസാണോ അല്ലെങ്കിൽ കള്ളനാണോ? ജിഷ ചോദിച്ചു. കോളിൽ ഭദ്രയുണ്ടായിരുന്നു. ജിഷ ഫോൺ സ്പീക്കറിൽ ഇട്ടുകൊണ്ട് ആ കവർ പൊട്ടിച്ച് തുറന്നു. ഇത് ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു എന്ന് ജിഷയ്ക്ക് മനസ്സിലായി. ഇത് ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ, പാസ്ബുക്കും ഉണ്ട്, പക്ഷേ ഇവിടെയുള്ളതല്ല, മുംബൈയിലെ ഏതോ ബാങ്കിൻ്റെയാണ്. ജിഷ, അത് വായിക്ക്, അഞ്ജലീന പറഞ്ഞു. അത് ആരുടെ പേരിലാണെന്ന് നോക്കിയേ, അഞ്ജലീന പറഞ്ഞതും ജിഷ അതിൻ്റെ പേര് നോക്കി. ഇത് ഭാനുമതി എന്ന പേരിലാണ്. എത്രയാ ബാങ്കിലെ ബാലൻസ് കാണിക്കുന്നത്? വീണ്ടും അഞ്ജലീന ചോദിച്ചു. ഇതിൽ കുറേ സംഖ്യയുണ്ടല്ലോ, ഇത് കൂട്ടി വായിക്കാനൊന്നും എനിക്കറിയാൻ പാടില്ല, ജിഷ പറഞ്ഞു. എടി, നീ ശ്രദ്ധിച്ചു നോക്ക്, അഞ്ജലീന പറഞ്ഞു. ഞാൻ കാര്യമായിട്ടാണ് പറഞ്ഞേ, ഇത് നിങ്ങളൊന്ന് വായിച്ചേ എന്ന് പറഞ്ഞ് അവൾ ആ കടലാസ് അഞ്ജലീനയുടെ നേരെ നീട്ടി. അഞ്ജലീന പതിയെ കാറ് ഒരു സൈഡിലേക്ക് ഒതുക്കി നിർത്തിക്കൊണ്ട് ആ പേപ്പർ വാങ്ങി നോക്കി. അത് കണ്ടപ്പോൾ ശരിയാണല്ലോ, ഇതിൽ കുറേ പൂജ്യമുണ്ടല്ലോ. ഇത് 100 കോടിക്ക് മുകളിലുണ്ടല്ലോ. 100,95,85,760. അഞ്ജലീന വായിച്ചു. ദൈവമേ, ഇതാ തള്ളയുടെ പേരിലുള്ളതാണോ? പക്ഷേ ആ തള്ള ഇവിടെ അറിയപ്പെടുന്നത് ഭഗീരഥി എന്ന പേരിലല്ലേ? ഇത് ഭാനുമതിയുടെ പേരിലുള്ളതല്ലേ? അത് കേട്ട് അതേ സംശയത്തിൽ തന്നെ ഇരിക്കുകയായിരുന്നു ഭദ്രയും. എന്തായാലും ഇവിടെ അധികം സമയം നിൽക്കണ്ട, വീട്ടിൽ പോയിട്ട് ആലോചിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ജലീന വണ്ടിയെടുത്തു. ഹായ്, എല്ലാവരും സുഖമാണോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്. ലവ് യു ഓൾ.